يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തഖ്വ വർദ്ധിപ്പിച്ച് നൽകി നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിലൂടെ മരണ ചിന്ത അധികരിപ്പിക്കുവാൻ ആവശ്യമായ ഏതാനും കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് മരണചിന്ത അധികരിപ്പിക്കുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചു തന്നതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മൾ മരണത്തെ ഓർക്കേണ്ടവരാണ്. അല്ലാഹു തആല നമ്മെ അത് അടിക്കടി ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഖുൽ, പ്രവാചകരെ പറയൂ, യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ വുക്കില ബികും, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരണത്തിന്റെ മലക്ക്, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും എന്ന വിവരം നബിയെ പറയൂ അവരോട്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, നിങ്ങൾ മരണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിക്കുകയല്ല, ഒരു വലിയ ജീവിതത്തിലേക്കുള്ള തുടക്കം മാത്രമാണ് മരണം. സുമ്മ ഇലാ റബ്ബികും, പിന്നീട് യജമാനനായ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് തുർജഊൻ, നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നവരുമാണ്. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം. ഇങ്ങനെ നിരവധി അനവധി ആയത്തുകളിലൂടെ മരണത്തെ സംബന്ധിച്ച് ഓർക്കുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ പ്രവാചക വചനങ്ങൾ നിരവധി അനവധി സന്ദർഭങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് മരണചിന്ത മനുഷ്യരിൽ ഉണർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുവീൻ. ആദ്യ കാലഘട്ടത്തിൽ ഖബർ സിയാറത്ത് ഇസ്ലാം വിരോധിച്ചിരുന്നു. അക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ,
ഖബറുകൾ സന്ദർശിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങളോട് വിലക്കിയ കാര്യമായിരുന്നു. എന്നാൽ അലാ ഫസുഹ, എന്നാൽ നിങ്ങൾ ഖബർ സിയാറത്തുകൾ ചെയ്തോളൂ. ഫൈനഹാ തുദക്കിറുൽ മൗത്ത്, അത് മരണത്തെ നിങ്ങളെ ഓർമ്മിപ്പിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഫൈനഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മിപ്പിക്കും. മരണചിന്തയും പരലോകബോധവും ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകവും ചില റിപ്പോർട്ടുകളിൽ കാണാം. തുസഖിദുകും ഫിദ്ദുനിയ, ദുനിയാവിലുള്ള ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടെയാണെന്ന ആ പളപളപ്പുള്ള ചിന്തയൊക്കെ ഒന്ന് മാറി ദുനിയാവിനെ സംബന്ധിച്ച് ഇത്രയൊക്കെ ദുനിയാവുള്ളൂ എന്ന ഒരു ഐഹികമായ വിരക്തിക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം കൂടിയാണത് എന്നും നമുക്ക് ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഖബർ സിയാറത്ത് എന്താണ്, എന്തിനാണത്, എപ്രകാരമാണത് നിർവഹിക്കേണ്ടത്, ഇന്ന് സമൂഹം ആ വിഷയത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ എവിടെയാണ്, ഇതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, 3 വിധത്തിലുള്ള ഖബർ സിയാറത്തുകൾ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വിധത്തിൽ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന സിയാറത്താണ്. ആ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്, അത് നബി തങ്ങൾ അനുവദിച്ചു തന്നതാണ്, മുസ്ലിമീങ്ങൾ അത് ചെയ്തു വരുന്നതുമാണ്. ഏതാണത്? ഖബറുകൾ സന്ദർശിക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഖബറുകളാണെങ്കിൽ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, പരലോകത്ത് അവർക്ക് ഉണ്ടായിരിക്കാൻ പോകുന്ന ശിക്ഷകളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി, ഇങ്ങനെയുള്ള നിരവധി അനവധി കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിയാറത്ത്. അതിലൂടെ സിയാറത്ത് ചെയ്യുന്ന നമുക്കും ഗുണമുണ്ട്. ആ ഗുണമാണ് ഈ പറഞ്ഞ മരണചിന്തയും പരലോകബോധവും. ഒരു ഖബർ കാണുമ്പോൾ ആരുടെ മനസ്സാണെങ്കിലും അലിഞ്ഞു പോകാതിരിക്കുകയില്ല. തന്റെ കൂടെ കഴിഞ്ഞിരുന്നവർ, തന്റെ മാതാപിതാക്കൾ, തന്റെ ബന്ധപ്പെട്ടവർ, തന്റെ ഇണയായി ജീവിച്ചവൻ ആരാകട്ടെ, അവരുടെയൊക്കെ ഒരു ഖബർ കാണുമ്പോ ഇതേപോലെയുള്ള ഒരു ഏകാന്തമായ വാസത്തിലേക്ക് ഞാനും കടന്നു വരേണ്ടവനാണ്. എപ്പോഴാണെന്നറിയില്ല, റബ്ബിന്റെ വിളി കേട്ടാൽ അടുത്ത സമയത്തിൽ എനിക്ക് കിടക്കാനുള്ള, എനിക്ക് വന്നു ചേരാനുള്ള ഇടവും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ഒരു വീടിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ ബോധം നമ്മുടെ മനസ്സിലുണ്ടാക്കി തീർക്കലാണ് ഖബർ സിയാറത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അത് സിയാറത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണമാണ്. മറ്റേത്, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് അതുകൊണ്ട് പ്രയോജനം ലഭിക്കുമല്ലോ. ഇതാണ് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഖബർ സിയാറത്ത്. ഈ ഖബർ സിയാറത്ത് ഇന്ന് സാധാരണ നടത്തി വരാറുള്ളത് നമ്മുടെ ബന്ധപ്പെട്ടവരുടേതായ ഖബറുകളുടെ സമീപത്താണ്. നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ മറവട്ട് കിടക്കുന്ന നമ്മുടെ പ്രദേശത്തുള്ള ഖബർസ്ഥാനുകളിൽ പോകുമ്പോഴാണ് ഈ നിലക്കുള്ള അനുവദനീയമായ നിലക്കുള്ള സിയാറത്തുകൾ നടന്നു വരാറുള്ളത്. ഇതിന് ഇവിടെ ആരും എതിരല്ല. ഞാൻ അക്കാര്യം പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നത്, ഇന്ന് ഖബർ സിയാറത്ത് എന്ന പേരിൽ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പിഴച്ച വിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ എതിർക്കുമ്പോൾ ഇതാ ഇവർ ഖബർ സിയാറത്തിന് എതിരാണ്. ഇവർ മരണപ്പെട്ടവരുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ഒന്നും പ്രാർത്ഥിക്കില്ല, അതൊന്നും പാടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് തുടങ്ങി നിരവധി അനവധി ആരോപണങ്ങൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തകന്മാരും പ്രബോധകന്മാരും ഇന്ന് കേൾക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് അനുവദിക്കപ്പെട്ട സിയാറത്ത് ഏതാണ് എന്ന്. ഇത് നമ്മളെല്ലാവരും നിർവഹിക്കേണ്ടവരുമാണ്. നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരുണ്ടാകും, അല്ലാത്തവരുണ്ടാകും, ആരാവട്ടെ. പൊതു ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് അവർക്ക് സലാം പറയുകയും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് അനുപുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത്
പരലോകബോധവും മരണചിന്തയും നമുക്കുണ്ടാകുന്ന വിധത്തിൽ അങ്ങനെ ഇടയ്ക്ക് ഖബറുകൾ സന്ദർശിക്കുവാൻ പോവുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്, ചെയ്യേണ്ടതുമാണ്. അതിന്റെ വിശദതലങ്ങൾ ഞാൻ വഴിയെ വിശദീകരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു രീതി, ഖബർ സിയാറത്ത് എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ നടക്കുന്ന മറ്റൊരു രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോകുന്ന പോക്ക് പോകുന്നവന് മരണചിന്തയുണ്ടാകാനല്ല, പരലോകബോധം ഉണ്ടാകാനല്ല, മറിച്ച് അവൻ പോകുന്നത് ആ ഖബറിൽ മറവട്ട് കിടക്കുന്ന ഇവന്റെ വിശ്വാസപ്രകാരം ഒരു ഔലിയയാണ്, ബീവിയാണ്, തങ്ങളാണ്, ഒരു മഹാനാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുടെ ഖബറിന്റെ സമീപത്തേക്ക് അവൻ സിയാറത്തിന് പോകുകയാണ്. പോയിട്ടവൻ ചെയ്യുന്നത് എന്താണ്? അവരോട് നേരിട്ട് സങ്കടം പറയുകയാണ്. എന്റെ രോഗം ശിഫയാക്കണേ, എന്റെ ആഗ്രഹം സഫലീകരിച്ചു തരണേ, എനിക്കൊരു ജോലി തരണേ, എന്റെ വിവാഹം ശരിയായിട്ടില്ല, വിവാഹം ശരിയാക്കി തരണേ, എന്റേതായ 100 കൂട്ടം പ്രശ്നങ്ങൾ അവിടെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് അവരെ നേരിട്ട് വിളിച്ച് സങ്കടം പറഞ്ഞ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആഗ്രഹ സഫലീകരണത്തെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോകുന്ന സിയാറത്തുകൾ. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അവന്റെ കയ്യിൽ തുണിയുണ്ടാകും, ആ ഖബറിന്മേൽ മൂടുന്ന പച്ചച്ചപ്പുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലവൻ എണ്ണയൊഴിക്കും, അവിടെ അവൻ വിളക്ക് കത്തിക്കും. അവിടെയുള്ള കാണിക്കപ്പെട്ടിയിൽ, നേർച്ചപ്പെട്ടിയിൽ അവൻ പണം നിക്ഷേപിക്കും. അവിടേക്ക് കോഴിയെയും ആടിനെയും ആടുകളെയും അതേപോലെ തന്നെ പച്ചക്കറികളും അരിയും ഉൽപ്പന്നങ്ങളും നാണയങ്ങളും ഒക്കെ അവൻ നേർച്ചയാക്കും. അങ്ങനെ അവന്റേതായ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി അവൻ ഖബറുകളെ സമീപിക്കുന്നു. ആ ഖബറുകളെ അവൻ തടവുന്നു, ഖബറുകളെ അവൻ മുത്തുന്നു, അവിടെയുള്ള കൊടികൾ തലയിൽ വെക്കുന്നു, അവിടെയുള്ള മയിൽപീലികൾ കൊണ്ട് അതേപോലെ തന്നെയുള്ള വസ്തുക്കളെടുത്ത് ശരീരത്തിൽ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി അവൻ തടവുന്നു. അവിടെയുള്ള മണ്ണെടുത്ത് കൊണ്ടുവരുന്നു, അത് വെള്ളത്തിൽ കലക്കി കുടിക്കുന്നു, അവിടെയുള്ള എണ്ണയെടുത്ത് കുടിക്കുന്നു, അത് തലയിലും ശരീരത്തിലും പുരട്ടുന്നു. ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പിഴച്ച ശിർക്കൻ വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഖബർ സിയാറത്ത് എന്ന പേരിൽ ചില പ്രവർത്തനങ്ങൾ ഖബറുകളുടെ സമീപത്ത് പോയി കാട്ടിക്കൂട്ടുന്ന ആളുകളുടെ ഇതാണ് രണ്ടാമത്തെ രീതി. ഈ രീതി ഇസ്ലാം അനുവദിച്ചതല്ലെന്ന് മാത്രമല്ല, ഇത് ശിർക്കൻ സിയാറത്തിന്റെ രീതിയാണ്. ഇത് ശിർക്കിന്റെ രീതിയാണ്. അള്ളാഹു അനുവദിച്ച സംഗതിയല്ല ഇത്. അള്ളാഹുവിന്റെ റസൂൽ ഇത് അനുവദിച്ചതല്ല. അത് ആ നിലക്കുള്ള രൂപത്തിൽ മറവട്ട് കിടക്കുന്ന ആളുകളോട് സഹായാർത്ഥന നടത്തുകയും ആ രൂപത്തിലുള്ള ഒരു ബിംബാരാധനയ്ക്ക് തുല്യമായ വിളക്ക് കൊളുത്തലും അതിനെ മൂടലും പൂവിടലുമൊക്കെയുള്ള നിരവധി അനവധി കാര്യങ്ങൾ പണ്ടുകാലത്ത് ജാഹിലിയ്യ അറബികൾ ചെയ്തിരുന്ന സംസ്കാരമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് വിലക്കുന്നു, പാടില്ല എന്ന് കുറെ കാലം പറഞ്ഞു. പിന്നീട് മുസ്ലിമീങ്ങൾക്ക് തൗഹീദൊക്കെ കൃത്യമായി സഹാബത്തിന് മനസ്സിലായപ്പോ ഇനി അവർ പിഴക്കില്ല, ഒരു ഖബറിന്റെ സമീപത്ത് പോയാലും എന്ന നിലയ്ക്ക് അവരുടെ ഈമാൻ സുദൃഢമായപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് അനുവാദം കൊടുത്തത്, ഇനി മുതൽ നിങ്ങൾ സിയാറത്ത് ചെയ്തുകൊള്ളുക എന്ന്. അതാണ് അന്ന് വിലക്കിയിട്ട് പിന്നീട് അത് അനുവദിച്ചു തരാനുണ്ടായ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ രീതി തികച്ചും നിഷിദ്ധമായ സിയാറത്തിന്റെ രീതിയാണ്. ഇത് നടത്തപ്പെടാറുള്ളത് മഹാന്മാരാണെന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളുടെ ഖബറുകളുടെ സമീപത്താണ്. അല്ലാതെ നമ്മുടെ വീട്ടിലോ ബന്ധുക്കളോ മരിച്ച പൊതുമക്ബറയിൽ പോയിട്ട്, പൊതുപള്ളിപ്പറമ്പിലെ മക്ബറയിൽ പോയിട്ട് ആരും ഈ രീതി സ്വീകരിക്കാറില്ല. കാരണം അതൊക്കെ സാധാരണക്കാരാണ്. ഇങ്ങനെ സാധാരണക്കാരെന്ന് കരുതപ്പെടുന്നവരുടെ ഖബറിന്റെ സമീപത്താണ് ഈ നിഷിദ്ധമായ രീതിയിലുള്ള സിയാറത്ത് നടന്നു വരാറുള്ളത്. മൂന്നാമത്തെ ഒരു രീതി കൂടിയുണ്ട്. അത് ബിദ്അത്തായ ഒരു, അതും അനുവദിക്കപ്പെടുന്ന ഒരു രീതിയല്ല, എന്നാൽ അത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. അതേതാണ് രീതി? അവരുടെ ഖബറിന്റെ സമീപത്ത് ചെല്ലുന്നു, അനുവദിക്കപ്പെട്ട രീതിയിലുള്ള ഖബർ സിയാറത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതോടൊപ്പം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് തന്നെയാണ് ദുആ ചെയ്യുന്നത്, അവരോടല്ല. പക്ഷേ ഒരു കാര്യം പറയുന്നു, ഈ ഖബറിൽ കിടക്കുന്നവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എന്റെ കാര്യം സാധിപ്പിച്ചു തരണേ എന്നിങ്ങനെ അവരുടെ ഹഖും ജാഹും ബർക്കത്തും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. പ്രാർത്ഥന അല്ലാഹുവിനോട് തന്നെയാണ്. അതേപോലെ തന്നെ ഖബറിന്റെ സമീപത്ത് പോയി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇവിടെ വെച്ചുള്ള ദുആക്ക് ഉത്തരം പ്രത്യേകം കിട്ടും
എന്ന നിലയ്ക്ക് അവിടെ പോയി നിസ്കാരം നിർവഹിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും അറിവ് നടത്താൻ പോകുന്നവരും ഒക്കെയുണ്ട്. അതും ഇസ്ലാം അനുവദിച്ചിരുന്ന കാര്യമല്ല. മറിച്ച് മഹാത്മാക്കളായ ആളുകളിൽ നിന്ന് പൊരുത്തവും പ്രീതിയും അടുപ്പവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവിടെ പോയി ആടിനെ അറുക്കുന്നതും നാട്ടിൽ വെച്ചറുത്താലും അവിടെ പോയി അറുത്താലും അവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും സങ്കടം പറഞ്ഞുകൊണ്ടുമൊക്കെയുള്ള സിയാറത്തിന്റെ രീതി ശിർക്കൻ രീതിയുമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ട് രീതിയും അനുവദിക്കപ്പെട്ട സിയാറത്തിന്റെ രീതിയല്ല, മറിച്ച് ആദ്യം പറഞ്ഞ രീതിയാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സിയാറത്തിന്റെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതേ പരിചയമുള്ളൂ, സഹാബാക്കൾക്ക് അത് മാത്രമേ പരിചയമുള്ളൂ, താബിഈങ്ങൾക്ക് അത് മാത്രമേ പരിചയമുള്ളൂ, താബിഈങ്ങൾക്ക് ആ സിയാറത്തെ പരിചയമുള്ളൂ. അതല്ലാത്ത നിലയ്ക്ക് ഖബറുകൾ കെട്ടി ഉയർത്തി അതിന്മേൽ പട്ടുമൂടി ചന്ദനക്കുടവും അതുപോലെ തന്നെ നേർച്ചകളും ഉത്സവങ്ങളും ഒക്കെ നടത്തിയിട്ട് സിയാറത്ത് ടൂറുകൾ എന്ന പേരിൽ ആണും പെണ്ണുമൊക്കെ ഒന്നിച്ച് ബസ്സുകൾ വിളിച്ച് വാഹനങ്ങളിലൂടെ യാത്ര ചെയ്ത് ഓരോ ദർഗകളിലും ജാറങ്ങളിലും മഖാമുകളിലും കയറിയിറങ്ങി നടക്കുന്ന സിയാറത്ത് എന്ന പേരുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഇത് അല്ലാഹു ഒരിക്കലും അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് വസ്തുതകളായി ഏതാണ് നേര് ഏതാണ് നേരല്ലാത്തത് കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് ഈ വിഷയമായി ഒന്നാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ മൂന്നാമതും പറഞ്ഞ ആ രണ്ട് സിയാറത്തുകളിലും യഥാർത്ഥത്തിൽ അല്ലാഹു അനുവദിച്ചിരുന്നിട്ടുള്ള സിയാറത്തിന്റെ ലക്ഷ്യത്തിനല്ല പോകുന്നത്. ഒരു ഔലിയപ്പാപ്പ എന്ന് പറയുന്ന തങ്ങളെന്ന് പറയുന്ന ആരുടെ ദർഗയിലേക്കോ മഖാമിലേക്കോ ഒരാളും എനിക്ക് ആ ഖബർ കണ്ടിട്ടൊരു പരലോക ചിന്തയുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു പോകാറില്ല. ആ ഖബറിൽ കിടക്കുന്ന ഔലിയക്ക് പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കണേ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പോകാറില്ല. മറിച്ച് എന്റെ ആഗ്രഹം നേടാനാ പോകുന്നത്. തങ്ങൾ പാപ്പ അല്ലെങ്കിൽ ബീവി അല്ലെങ്കിൽ തങ്ങളെ അല്ലെങ്കിൽ ഔലിയപ്പാപ്പ എന്റെ കാര്യം സാധിപ്പിച്ചു തരണം, അതിനെന്താണ് നിങ്ങളെ പ്രീതിപ്പെടുത്താൻ ഞാൻ ചെയ്യേണ്ടത്, അതൊക്കെ ഞാൻ ചെയ്യാൻ റെഡിയാണ്. എണ്ണയൊഴിച്ച് വിളക്ക് കൊളുത്തും, ജാറൂടും, പൂവിടും, അതേപോലെ തന്നെ ചന്ദനത്തിരിയും സാമ്പ്രാണിയും പുകക്കും, പെട്ടിയിൽ പണമിടും, അതേപോലെ തന്നെ നിങ്ങളെ എന്തൊക്കെ അവരെ പ്രീതിപ്പെടുത്താൻ അവർ ചെയ്യണോ അതൊക്കെ ചെയ്യും. ആ വിധത്തിലുള്ള സിയാറത്ത് ശിർക്കൻ സിയാറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്, ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ യഥാർത്ഥത്തിലുള്ള സിയാറത്തിന്റെ മര്യാദകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? തിരക്കുകൾക്കിടയിൽ പലരും സിയാറത്തുകൾ പലപ്പോഴും വേണ്ടെന്ന് വെക്കുകയാണ്. എത്രയെത്ര ആളുകൾ നമ്മുടെ കയ്യിരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരില്ലേ, ഒരുപാട് മഖബറകളിൽ അവർ കിടക്കുന്നില്ലേ, അവര് മരിച്ചു പോയിട്ടില്ലേ എത്രയോ കാലമായി. ഉമ്മയുടെ ഖബറില്ലേ, ജ്യേഷ്ഠന്മാരുടേതില്ലേ, അനിയന്മാരില്ലേ, ഭാര്യമാരില്ലേ, ഭർത്താക്കളില്ലേ, ബന്ധുമിത്രാദികളില്ലേ, മക്കളില്ലേ, ആരൊക്കെയുണ്ട്? ഇടക്കൊന്ന് പോകുന്നത് സന്ദർശിക്കുന്നത് നന്നാകും. ഇനി നമുക്കറിയില്ല എവിടെയൊക്കെയാണ് അവരുടെ ഖബറൊന്നും അറിയില്ല. കാരണം കാട് മൂടി കിടക്കുന്ന ഖബർസ്ഥാനുകൾക്കിടയിൽ ആരാണ്, എവിടെയാണ് എന്റെ ഉപ്പയുടെ, ഉമ്മയുടെ, സഹോദരന്റെ, സഹോദരിയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ ഇതൊന്നും കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാലും പോകണം. ആ സ്ഥലം കണ്ടുകിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇന്ന ഖബർസ്ഥാനിൽ അവരുണ്ടല്ലോ, ആ ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുക, അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുക, അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുക. ഇന്ന ഖബറാണെന്ന് എനിക്ക് നിർണയിക്കാൻ സാധ്യമായില്ലെങ്കിലും നമ്മളത് ഒഴിവാക്കരുത്. കാരണം ഇടക്കിങ്ങനെ പോകുമ്പോ നമ്മുടെ മനസ്സൊന്ന് ലോലമാകും. ഇതാ അടുത്ത നിമിഷം ഞാൻ വന്ന് കിടക്കേണ്ടവനാണ്. ആരായാണ് അവർക്ക് കൂട്ടിനുള്ളത്? എന്താണ് അവരുടെ ഖബറിന്റെ സ്ഥിതി? എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതോർക്കുമ്പോ ഞാനും ഇന്നാണ് മരിച്ചു കഴിഞ്ഞാൽ ആരും അതിൽ നിന്നൊഴിവല്ല. ആരോഗ്യമുള്ളവനും അനാരോഗ്യവാനും, ആണാവട്ടെ പെണ്ണാവട്ടെ, കുട്ടിയാവട്ടെ വലിയവനാകട്ടെ, വൃദ്ധനാവട്ടെ യുവാവട്ടെ, ആരും ഒഴിവല്ലല്ലോ. എത്രയും പെട്ടെന്ന് ചെന്ന് കിടക്കാനുള്ള ഇടമാണ്. അല്ലാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലും നിർഭയത്വത്തിന്റെ ഒരു മണ്ണറയായി, സ്വർഗത്തോപ്പായി നമ്മുടെയൊക്കെ ഖബറുകൾ വരും വിധത്തിൽ നമ്മെ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശർഈയായ സിയാറത്തിന്റെ കാര്യം, അനുവദിക്കപ്പെട്ട സിയാറത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ആളുകൾ സംശയിക്കും. ഇതാർക്കൊക്കെ പോകാം?
പുരുഷന്മാർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, സ്ത്രീകൾക്ക് ഖബർ സിയാറത്തിന് പോകാൻ പാടുള്ളൂ? ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് മുമ്പും ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകൾ നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക എന്ന പൊതുകൽപ്പനയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് മരണചിന്തയും പരലോക ചിന്തയും അവർക്കുണ്ടാകുവാനും ഖബറിൽ കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പരലോക മോക്ഷത്തിനും പാപമോചനത്തിനും വേണ്ടി തേടുവാനും എന്ന ലക്ഷ്യത്തിനു വേണ്ടി സ്ത്രീകൾക്കും മര്യാദകൾ പാലിച്ചുകൊണ്ട് ഖബർ സിയാറത്തിന് പോകാം എന്നുള്ള അഭിപ്രായം പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇസ്ലാമികമായ വേഷം ധരിക്കണം, അതെവിടേക്ക് പോവുകയാണെങ്കിലും ആ നിയമം ബാധകമാണല്ലോ. അതേപോലെ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ അബലകളാണ്, ദുർബലകളാണ്. വികാരാധീനനാവരുത്. അവർ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ബന്ധപ്പെട്ടവരുടെ ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുന്ന, മാറത്തടിക്കുന്ന, മുടിയഴിക്കുന്ന, വസ്ത്രം വലിച്ചു കീറുന്ന, നിലവിളിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോകൽ നിഷിദ്ധമാണ്. അത് അനുവദിക്കപ്പെട്ടതല്ല. അതേ അവസരത്തിൽ ക്ഷമയോടെ സഹനത്തോടെ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്റെ ബന്ധപ്പെട്ടയാളുടെ ഖബർ എനിക്കൊന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു മുസ്ലിം സ്ത്രീയെ അതിൽ നിന്ന് തടയാൻ നമുക്ക് വകുപ്പില്ല. അവർക്ക് പോകൽ അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ പണ്ഡിതന്മാർ അതിന് തെളിവായി രേഖപ്പെടുത്തുന്നു. ഒരു കുഞ്ഞ് മരിച്ചു പോയ ഒരു കുട്ടി, മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ ഖബറിന്റെ സമീപത്ത് നിന്ന് ഒരു സ്ത്രീ, ഒരു ഉമ്മ പൊട്ടിക്കരയുന്ന രംഗം അവിടെ നിന്ന് വിലപിക്കുന്നു. പലതും വിളിച്ചു പറയുന്നു അവരുടെ സങ്കടം സഹിക്കവയ്യാതെ. മുസ്തഫ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്ത്രീയെ കണ്ടു. അവരിപ്രകാരം ചെയ്യുന്നത് കണ്ടപ്പോ ആ സഹോദരിയോട് നബിതങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, അല്ലാഹുവിനെ സൂക്ഷിക്കൂ സഹോദരി, നിങ്ങൾ ക്ഷമ പാലിക്കൂ എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു തന്നോട് ഇത് ഉപദേശിച്ചത് നബിയാണെന്ന് അറിയില്ലായിരുന്നു. ഏതോ ഒരാളാണെന്ന് വിചാരിച്ചുള്ളൂ. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് വന്ന മുസീബത്ത് നിങ്ങൾക്കായിരുന്നെങ്കിൽ ഇതിലപ്പുറം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ എന്ന് പറയുന്ന വിധത്തിലാണ് ആ സ്ത്രീയുടെ പ്രതികരണം ഉണ്ടായത്. മുസ്തഫ ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് തന്റെ വീട്ടിലേക്ക് പോയി. പിന്നീടാണ് ഈ സ്ത്രീയോട് പറയപ്പെട്ടത്, ആരോടാ നിങ്ങൾ കയർത്ത് സംസാരിച്ചതെന്നറിയാമോ? അല്ലാഹുവിന്റെ റസൂലായിരുന്നു അത്. ആ സ്ത്രീക്ക് വേദന സഹിക്കാൻ സാധിച്ചില്ല. അവരവിടെ വിട്ട് ഓടിപ്പോയി മുസ്തഫയുടെ വീട്ടിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ. ഷോക്കുണ്ടാകുന്ന ആദ്യ ഘട്ടത്തിലുള്ള ക്ഷമയാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. കുറെ കഴിഞ്ഞിട്ട് ക്ഷമിക്കലല്ല യഥാർത്ഥ ക്ഷമ. ഏറ്റവും നമുക്ക് ഷോക്കേൽക്കുന്ന ഘട്ടത്തിലുള്ള ക്ഷമയാണ്, മാനസികമായി ആഘാതമേൽക്കുന്ന ആദ്യ ഘട്ടത്തിലെ ക്ഷമയാണ്. പിന്നെ കുറച്ച് എല്ലാവരും ക്ഷമയൊക്കെ വരും. അതല്ല യഥാർത്ഥത്തിലുള്ള ക്ഷമ എന്ന ഗുണപാഠം പകർന്നു കൊടുക്കുകയാണ്. എന്തിനാണ് ഈ സംഭവം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്? ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ഒരു സ്ത്രീക്ക് ഖബർ സന്ദർശനം ഹറാമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ സ്ത്രീയോട് പറയേണ്ടിയിരുന്നു, നിനക്കൊന്നും ഖബറിന്റെ അടുക്കൽ വരാൻ പാടില്ലെന്നറിഞ്ഞുകൂടെ, എന്തിന് നീ ഖബർ സന്ദർശിക്കാൻ വന്നു എന്ന സഹോദരിയോട് ചോദിക്കാതെ അവിടെ പാലിക്കേണ്ട മര്യാദ പാലിക്കാത്തതിനെ കുറിച്ചല്ലേ നബിതങ്ങൾ ഉപദേശിച്ചുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായം. മറ്റൊന്ന്, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അബ്ദുല്ലാഹ് ഇബ്നു അബീ മുലൈക എന്ന താബിഈ പണ്ഡിതൻ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് മടങ്ങി വരുന്നത് കണ്ടപ്പോ അബ്ദുള്ള ചോദിച്ചു, ഉമ്മ എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മിൻ ഖബരി അഖീ അബ്ദുറഹ്മാൻ, എന്റെ സഹോദരനായ അബ്ദുറഹ്മാന്റെ ഖബർ സന്ദർശിക്കാൻ പോയതാണ്. ആയിഷ ബീവിയാണ് സന്ദർശനം കഴിഞ്ഞ് മടങ്ങി പോരുന്നത്. അബ്ദുള്ള ചോദിച്ചു, ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ ഖബർ സിയാറത്ത് വിലക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ആയിഷ ബീവിയുടെ മറുപടി, വിലക്കിയ നബിതങ്ങൾ പിന്നീട് അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആങ്ങളയായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സന്ദർശിക്കാൻ പോയ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, നിർഭയത്വമുള്ള ഒരു ഘട്ടമാണെങ്കിൽ അഥവാ പ്രശ്നമുണ്ടാക്കാത്ത ഒരു പെണ്ണാണ് മര്യാദ പ്രകാരം പോയി സിയാറത്ത് ചെയ്തു വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് പോകൽ അനുവദനീയമാണ്.
മൂന്നാമത്തെ ഒരു സംഭവം ഒരു തെളിവായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ഞാൻ അവർക്ക് വേണ്ടി എന്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയിൽ കാണാം, ആയിഷ ഖൂലി, നീ ഖബർ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവർക്ക് വേണ്ടി നീ ഇപ്രകാരം പറഞ്ഞോളൂ, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലലാഹിഖൂൻ. അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. വിശ്വാസികളും മുസ്ലിമീങ്ങളുമായവർ മറപ്പെട്ട് കിടക്കുന്ന ഈ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും. വ്യത്യസ്ത രീതിയിലുള്ള പ്രാർത്ഥനകൾ ഖബർ സിയാറത്തിന്റെ സന്ദർഭങ്ങളിൽ പറയുവാനുള്ളത് മുസ്തഫയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി തങ്ങൾ പഠിപ്പിച്ച ഇതേ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് പിന്നെയും കാണാം, യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞു പോയവർക്കും ഇനി ഇവിടെ ശേഷം വരാനിരിക്കുന്നവർക്കുമൊക്കെ അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലലാഹിഖൂൻ. അല്ലാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയാണല്ലോ ഞങ്ങളും നിങ്ങളോടൊപ്പം ഇവിടെ വന്നു ചേരുന്നവർ തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മയും മരണത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥന. വ്യത്യസ്ത രീതിയിലുള്ള റിപ്പോർട്ടുകൾ കാണാം. മദീനയിലെ പൊതു ഖബർസ്ഥാനായ ഇന്നും മദീന മസ്ജിദിന്റെ സമീപത്തുന്നത് നോക്കെത്തുന്ന ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൊതു മഖ്ബറയാണ് ബഖീഉൽ ഗർഖദ്. ആ ബഖീഇലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടെ സിയാറത്തിന് പോയിരുന്നു. അങ്ങനെ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂല് അവർക്കായി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലിൽ ബഖീഅ്, ഈ ബഖീഇൽ കിടക്കുന്ന ആളുകൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്നിങ്ങനെ ആ മഖ്ബറയിലുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ നിരവധി വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്രാർത്ഥനകൾ ഖബർ സിയാറത്തിന്റെ വേളയിൽ പറയാവുന്നത് മുസ്തഫയിൽ നിന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിക്കും. ആ പ്രാർത്ഥനകളിൽ ഏതും നമുക്ക് നിർവഹിക്കാം. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരാത്ത അവരോടുള്ള പ്രാർത്ഥനയോ അവരെ കൊണ്ടുള്ള പ്രാർത്ഥനയോ ഒക്കെ അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത നിഷിദ്ധമായ സംഗതികളിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സിയാറത്ത് വേളയിൽ അങ്ങനെ നമ്മൾ സിയാറത്തിന് വേണ്ടി അവിടെ പോയി നിൽക്കുമ്പോ ഖുർആനിൽ നിന്ന് വല്ലതും ഓതൽ പ്രത്യേകമായ വല്ല പുണ്യവുമുണ്ടോ? ചില ആളുകൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും ഖുൽ ഹുവല്ലയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഒക്കെ 3 തവണയോതും. ചിലർ കുറച്ചുകൂടി ദൈർഘ്യമുണ്ട്, സമയമുണ്ടെന്ന് തോന്നുന്നവർ അൽ ഫാത്തിഹ വിളിച്ച് പിന്നെ യാസീനും ഇഖ്ലാസും മുഅവ്വിദതൈനും ഒക്കെ ഓതും. ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? ഒരിക്കലുമില്ല. മഖ്ബറയിൽ ഖബർ സിയാറത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചല്ലോ, ഞാൻ എന്താ അവിടെ പോയി പറയേണ്ടത്? എങ്കിൽ ആ സമയത്ത് മുസ്തഫ പഠിപ്പിച്ചു കൊടുക്കേണ്ടിയിരുന്നു, ആയിഷ നീ പോകുമ്പോ ഫാത്തിഹ ഓതിക്കോ നല്ലതല്ലേ, ഖുൽ ഹുവല്ലാഹു ഓതിക്കോ നല്ലതല്ലേ, യാസീൻ ഓതിക്കോ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഖബർസ്ഥാനികൾ ഖുർആൻ ഓതുന്ന ഇടങ്ങളല്ല, മറിച്ചാണ് കഴിവുകളിലുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളെ പോലെ ആക്കരുത്. കാരണം ഖബർസ്ഥാനുകളിൽ ഖുർആനും നിസ്കാരവും ഉണ്ടാവില്ല. നിങ്ങളുടെ വീടുകളിൽ അതേപോലെയുള്ള ഖബർസ്ഥാനുകളെ പോലെ ആക്കരുത്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആൻ ഓതണം. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുന്നതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം മുടങ്ങാതെ നമ്മുടെ വീടുകളിൽ എന്നും നടക്കണം. കുടുംബത്തിലെ ആരെങ്കിലുമായി സാധിക്കുമെങ്കിൽ സൂറത്തുൽ ബഖറ കുറേശ്ശെയായി ദിവസങ്ങൾ കൊണ്ട് ഓതി പൂർത്തിയാക്കിയാലും വിരോധമില്ല. അൽ ബഖറയിൽ നിന്ന് അല്പമെങ്കിലും ഓതുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. അതേപോലെ തന്നെ മറ്റു സൂറത്തുകളും അങ്ങനെ ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ നടക്കണം. അതേപോലെ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധ നിസ്കാരമാണ് നിങ്ങൾക്ക് പള്ളിയിൽ നിർബന്ധമുള്ളത്. 27 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് പള്ളിയിൽ വന്നാൽ കിട്ടുന്നത്.
ഫർദ് നമസ്കാരങ്ങൾക്കാണ്. അതേ അവസരത്തിൽ ഫർദ് നമസ്കാരങ്ങളോട് തൊട്ട് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നതാണ് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത്. പള്ളിയിൽ വെച്ച് നിങ്ങൾ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ശേഷം നിങ്ങൾ 2 റക്അത്തോ 4 റക്അത്തോ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 25 മടങ്ങ് പ്രതിഫലം നിങ്ങളുടെ വീട്ടിൽ വെച്ച് ആ സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാനുകളെ പോലെയാക്കരുത്. ഖബർസ്ഥാനുകളിൽ ഓത്തും നിസ്കാരമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ഖുർആനോത്തും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഒരു വിഹിതം നിങ്ങളുടെ വീടുകളിലേക്ക് നീക്കി വെക്കണം എന്ന് പറഞ്ഞതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലും എത്രയോ തവണ ബഖീഅ അടക്കമുള്ള ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ റസൂൽ സിയാറത്തിന് പോയിട്ടുണ്ട്. അവിടുന്ന് ഫാത്തിഹ ഓതിയതായോ സൂറത്തുകൾ ഓതിയതായോ യാസീൻ ഓതിയതായോ യാതൊരു പ്രമാണങ്ങളും ഇല്ല. എന്തുകൊണ്ട് നബി തങ്ങൾക്ക് അത് ഓതിക്കൂടാ? സാഹചര്യം ഇന്ന് പറയുന്ന ന്യായമാണെങ്കിൽ ആ ന്യായം ഒന്നുമില്ലേ? ഖുർആൻ ഓതിയാൽ അതിന്റെ ബർക്കത്തോർക്ക് കിട്ടൂലേ? അതൊക്കെ നബി തങ്ങൾക്ക് അറിഞ്ഞൂടെ? സഹാബത്തിന് അറിഞ്ഞൂടെ? എന്നിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മഖ്ബറകളിൽ പോയി ഫാത്തിഹ വിളിച്ചില്ല, യാസീൻ ഓതിയില്ല, അതുപോലെ തന്നെയുള്ള സൂറത്തുകൾ ഓതിയില്ല? അതിന് പ്രമാണം അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് സുന്നത്തിലില്ലാത്തതാണെന്ന് പറയുന്നത്. അത് ചെയ്യാൻ മുസ്തഫാന്റെ തടസ്സമാണുള്ളത്. എന്നിട്ടും അവിടെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നബി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തുള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാതെ ഒഴിവാക്കിയത് ഒഴിവാക്കലും നമുക്ക് സുന്നത്താണ്. അതാണ് നബിചര്യയെ പിന്തുടരുന്ന വിശ്വാസികൾ പാലിക്കേണ്ടുന്ന അദബ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇതിലൊക്കെ പുണ്യകരമായിരുന്നു, അതൊക്കെ നല്ല കാര്യമായിരുന്നുവെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? അവരൊക്കെയല്ലേ അത് ചെയ്ത് മാതൃക കാണിച്ചു തരേണ്ടിയിരുന്നത്? സർവ്വ നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു തന്ന മുസ്തഫ ഈ ഒരു നന്മ മറന്നു പോയില്ലല്ലോ, അത് പഠിപ്പിക്കാതെ പോയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പഠിപ്പിച്ച രീതിയിൽ മാത്രം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക. ഇനി മനസ്സിലാക്കാനുള്ളത്, സിയാറത്തിന് പോകാൻ പ്രത്യേക ദിവസം പ്രത്യേകതയുണ്ടോ? സമയം പ്രത്യേകതയുണ്ടോ? ചില ആളുകൾ മനസ്സിലാക്കി 27-ാം രാവായാൽ ഖബർ സിയാറത്ത് പ്രത്യേകം സുന്നത്തിന്റെ ബറാത്ത് രാവ്, അങ്ങനെ ഒരു പ്രത്യേക രാവിന് ഒരു മഹത്വം അല്ലാഹുവിന്റെ റസൂല് ആചാരങ്ങളോട് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തതാണ്. അങ്ങനെ അന്നൊരു സിയാറത്ത്, 2 പെരുന്നാളുകളായാൽ അന്നൊരു സിയാറത്ത്, വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ഒരു സിയാറത്ത്, ഇങ്ങനെ ഏതെങ്കിലും ദിവസത്തിലോ പ്രത്യേക സമയത്തിലോ ഖബർ സിയാറത്ത് പ്രത്യേകം സുന്നത്തുണ്ടോ? ഇല്ല. ഏത് ദിവസവും ഏത് സമയത്തും അത് നിർവഹിക്കാം. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒഴിവ് വെള്ളിയാഴ്ചയാണ്, ഏതായാലും പള്ളിയിൽ ജുമാക്ക് പോകുന്ന ഒരു ദിവസമാണ്, അപ്പൊ അവിടെ പരിസരത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് ഞായറാഴ്ചയാണ് ഒഴിവ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് മറ്റൊരു ദിവസമാണ് ഒഴിവ്, അയാൾ പതിവായി ആ ദിവസമാണ് പോകുന്നത്. അതിനൊന്നും വിരോധമല്ല. നേരെ മറിച്ച് വെള്ളിക്ക് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന നിലയ്ക്ക് ഒരു പ്രത്യേകമായ സിയാറത്തിന് ദിവസമോ പ്രത്യേക സമയമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സൗകര്യപ്പെടുന്ന അവസരങ്ങളിലൊക്കെ ഇത് നിർവഹിക്കാവുന്നതാണ്. എന്തായാലും സഹോദരങ്ങളെ, അനുവദിക്കപ്പെടുന്ന ഈ രീതി നമ്മൾ ഇടയ്ക്കിടെ നിർവഹിക്കണം. അത് നമുക്ക് പരലോക ചിന്തയുണ്ടാക്കും, മരണബോധമുണ്ടാക്കും. നമ്മുടെ ഉടമയുടെയും ഉപ്പയുടെയും ബന്ധുക്കളുടെയും ഖബറുകളാകുമ്പോ നമുക്ക് അവരെ കുറിച്ചുള്ള ഒരു സ്നേഹവും ഓർമ്മയും അവരോടുള്ള കടമകൾ നിർവഹിക്കലും അതുപോലെ തന്നെ അവരോടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ മനസ്സിൽ അതൊരു തണുപ്പുണ്ടായി തീരുവാനും ഒക്കെയും അത് അനിവാര്യമായി തീരുന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിലെ കല്ലും നെല്ലും നേരും നെറികേടും വേർതിരിച്ച് നേരും നെറിയും ഒക്കെ മനസ്സിലാക്കി വേണ്ട രൂപത്തിൽ ഈ പ്രവർത്തനം നമ്മളും തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയെ യഥാവിധി പിന്തുടരുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു
والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തഖ്വ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു ജനാസ ഖബറടക്കി കഴിഞ്ഞാൽ ആ ജനാസയിൽ പങ്കെടുക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ, അവിടുത്തെ ഒരു പതിവായിരുന്നു, ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് ആ ജനാസ അടക്കം ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് സഹാബത്തിനോട് പറഞ്ഞിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി തേടൂ, അല്ലാഹുവേ എനിക്ക് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കൂ. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രാർത്ഥന ആ മയ്യത്തിന് ആവശ്യമായ സമയമാണിപ്പോൾ. എന്തേ കാരണം? ഫഇന്നഹു വസലൂലഹു തസ്ബീഹ്, നിങ്ങൾ ആ മയ്യത്തിന് നല്ല മാനസികമായ ധൈര്യം നൽകാൻ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഇപ്പോൾ അദ്ദേഹം ചോദ്യത്തെ നേരിടാൻ പോകുന്ന നേരമാണ്. കാരണം ഒരു മനുഷ്യൻ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള നേരമാണ് ആ മനുഷ്യൻ. മലക്കുകൾ വരികയാണ്, മലക്കുകൾ വന്ന് ചോദ്യം ആരംഭിക്കുകയാണ്. റബ്ബിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. ഞാനും നിങ്ങളുമൊക്കെ എന്ത് നെകളിപ്പോടെയാ ജീവിക്കുന്നതല്ലേ. ഇന്ന് സുബഹി ജമാഅത്തിൽ നിസ്കരിച്ചവർ എത്ര പേരുണ്ട്? സ്വന്തത്തോട് ചോദിക്കണം. ഇന്ന് സുബഹി ഖദാ നിർവഹിച്ചവരെങ്കിലും എത്ര പേരുണ്ട്? സ്വന്തത്തോട് ചോദിക്ക്. ഇന്നെത്ര നാവ് കൊണ്ട് നുണ പറഞ്ഞു, ഇന്ന് കണ്ണുകൾ കൊണ്ട് എത്ര ഹറാമുകൾ കണ്ടു, ഇന്ന് കാതുകൊണ്ട് എത്രയെത്ര ഹറാമുകൾ കേട്ടു. ഏതെല്ലാം വിധത്തിലുള്ള ജീവിതത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നഗരിപ്പൊക്കെ അവസാനിക്കും. ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ റബ്ബിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, ദീനിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യമുണ്ട്. അത് ഉറച്ച് വിശ്വസിക്കുന്നവൻ മാത്രമാണ് മുസ്ലിം. അല്ലാത്തവനെ ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വഴിനോക്കി പോകാം. വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഖബറിൽ ചോദ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന സഹോദരി, സഹോദര, എന്ത് മറുപടി പറയാനാ കണ്ടുവച്ചിട്ടുള്ളത്? നിന്റെ റബ്ബ് ആരാന്ന് ചോദിക്കുമ്പോ എന്റെ റബ്ബ് അള്ളയാണ് പറയാൻ കഴിയുമോ? അത് പറയാൻ കഴിയണമെങ്കിൽ ആ അള്ള പറഞ്ഞതുപോലെ ജീവിച്ച് മരിച്ചു പോയവനെ കഴിയൂ, അല്ലാത്തവനെ പറയാൻ കഴിയില്ല. നിന്റെ ദീനേതായിരുന്നു, നീ ആദർശമാണ് ജീവിച്ചതെന്ന് പറയുമ്പോ എന്റെ ദീൻ ഇസ്ലാമായിരുന്നു എന്ന് മണിമണിയായി പേടിയില്ലാതെ പറയാനാകണമെങ്കിൽ ദീനനുസരിച്ച് ജീവിച്ചവനെ കഴിയൂ. അല്ലാതെ ദീനിൽ നിന്ന് എനിക്ക് തോന്നിയതൊക്കെ എടുക്കുക, എനിക്ക് പറ്റാത്തതൊക്കെ ഞാൻ കാറ്റിൽ പറത്ത ആ നയം സ്വീകരിച്ചവനെ ഖബറിൽ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാൻ കഴിയില്ല. റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ അത് എന്റെ മുത്തുനബിയാണ്, ഞാൻ ഫോളോ ചെയ്തിരുന്ന എന്റെ പ്രവാചകനാണെന്ന് പറയാൻ മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് അതിന് കഴിയൂല. അല്ലാഹുവിന്റെ റസൂലിനെ വെറുതെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ മുത്തു മുസ്തഫയുടെ ജീവിത ചര്യകളോടൊക്കെ ഉച്ചവും പരിഹാസവും കാണിച്ചവനെ ഖബറിൽ മറുപടി പറയാൻ കഴിയുമോ? കഴിയൂല, കഴിയൂല സഹോദരി, കഴിയൂല സഹോദര. ഇത് അധികമൊന്നും കാലമില്ല. ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജുമഅയിൽ നിന്ന് ഒരു വേള ഞാനോ നിങ്ങളോ ഇവിടെ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ഖബറിലെത്തിയാൽ വരാൻ പോകും ശരിയായി പറയുന്നു. ആലോചിച്ച് നോക്കണം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത അക്രമി ആരെന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്ന മറുപടിയാണ് ഏറ്റവും കടുത്ത അക്രമി ആരുണ്ട്? മിമ്മൻ ദുഃഖിറ, അല്ലാഹുവിനെ കുറിച്ച് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും അതിൽ നിന്നത് കേൾക്കാത്തവനെ പോലെ നീ കൂടെ കേട്ട് നീ കൂടെ തിരിഞ്ഞു കളഞ്ഞ നിങ്ങൾ പറയണ നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങളെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാന്റെ ഭാഗത്തേക്കാട്ട് വീണ്ടും ജീവിതം തിരിച്ചുവിടുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ 2 സ്ഥലത്താണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വെള്ളിയാഴ്ച സുബഹിക്ക് ഓതുന്ന സൂറത്ത് സജദയിലാണെങ്കിൽ, മറ്റൊന്ന് അതേ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലാണ്. എന്നിട്ട് നമ്മൾ ചിന്തിച്ചോ? എന്നിട്ട് നമ്മൾ ആലോചിച്ചോ? അങ്ങനെ എത്ര കേട്ടതായ ഞങ്ങൾ എത്ര ആയത്ത് കേൾക്കുന്നു, ഞങ്ങൾ എത്ര ഹദീസ് കേൾക്കുന്നുണ്ട്, അത് ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്കൊരു ലൈല, ഞങ്ങളെ ഇങ്ങനെ പോകും എന്ന് പറഞ്ഞ ധിക്കാരിയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യര് എന്ത് മറുപടി പറയാനാ ഖബറിൽ കാത്തിരിക്കുന്നത്?
അതുകൊണ്ടാണ് മുസ്തഫ പറയുന്നത്, ആ മനുഷ്യൻ ഏറ്റവും കടുത്ത പരീക്ഷണത്തെ നേരിടുന്ന നേരമാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളി. മുസ്തഫ പറയുകയാണ്, ഖബറിന്റെ സമീപത്ത് മയ്യത്തിനെ വെച്ച് മണ്ണൊക്കെ മൂടിയോ. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് ഇങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടിക്കോളൂ. അതിന്റെ പദങ്ങളൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് മറമാടി കഴിഞ്ഞാൽ അവിടെ വെച്ച് അവിടെ കൂടിയവരൊക്കെ തസ്ബീത്ത് ചൊല്ലാറുണ്ട്. തസ്ബീത്ത് എന്നാണ് പറയാ. തസ്ബീത്ത് അല്ല. ചില ആൾക്കാർ തസ്ബീത്ത് അല്ലേ, സീനല്ല, തസ്ബീത്ത് എന്നൊരു പദം പറഞ്ഞില്ല. മൂന്ന് പുള്ളിയുള്ള മയ്യത്തിന് ധൈര്യം പകരാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, സ്ഥൈര്യം പകരാനുള്ള പ്രാർത്ഥന, അതാ തസ്ബീത്ത്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നബിതങ്ങൾ പ്രത്യേകം എന്ന വാചകം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആ ഉദ്ദേശം നടപ്പിലാകുന്ന വിധത്തിലുള്ള ഏത് വാചകങ്ങൾ കൊണ്ടും നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഖ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇതൊക്കെ ഇന്ന് സാധാരണ പറയുന്ന തസ്ബീത്തിന്റെ വാചകം. അല്ലാഹുവേ, നീ ആ മയ്യത്തിന് ചോദ്യത്തിന്റെ സമയത്ത് നല്ല സ്ഥൈര്യം നൽകണേ, ഉത്തരം മനസ്സിൽ തോന്നിപ്പിക്കണേ അല്ലാഹ്. ഖബറുകളുടെ ഇടുക്കാതെ രണ്ട് ഭാഗത്തെയും ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിന്റെ പേടികളിൽ നിന്ന് ഭീതികളിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പുറത്തു കൊടുക്കണേ അല്ലാഹ്. കരുണ ചെയ്യണേ അല്ലാഹ്. ആരുമില്ല, ഒറ്റക്കാണല്ലാഹ് എന്നിങ്ങനെ പറയുന്ന മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ദീർഘനേരം എന്നുകൊണ്ട് നമുക്ക് പറയാം. അതേ വാചകങ്ങൾ അറബിയിൽ ഒരാൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ദീർഘങ്ങൾ പ്രയാസപ്പെടുന്നു കൊണ്ടാണ് അവിടെ നിന്നിട്ട് അങ്ങനെ പഠിച്ചോണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചോ. മലയാളത്തിൽ ഈ കാര്യങ്ങളിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ട ആള് എന്ന ആള് ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുന്ന നേരെ ഉത്തരം പഠിപ്പിക്കണേ അല്ലാഹ്. എന്നെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ശിക്ഷിക്കരുത് റബ്ബേ, പുറത്തു കൊടുക്കുക അല്ലാഹ്. ആരുമില്ല, ഏകാന്തനാണ്, ഇനി ഒരു അമല് ചെയ്യാൻ അവസരമില്ലാതെ കിടക്കുകയാണ്, ഒരവസരമല്ല, പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്ക്, പുറത്തു കൊടുക്ക് റബ്ബേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ ആ സ്ഥാനത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, മയ്യത്തിന് ചോദ്യോത്തരം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയുണ്ട് ചില നാടുകളിൽ. അത് ഇസ്ലാമിനുള്ളതല്ല, അത് ഇസ്ലാമിനുള്ളതല്ല. ഖബറൊക്കെ അടക്കി കഴിഞ്ഞ ശേഷം ഒരു വ്യക്തി വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, ഇതാ ഈ അടുക്കൽ ഇങ്ങനെ രണ്ട് മലക്കുകൾ വരും, അവർ തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നിന്നോട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നീ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും ഇപ്പൊ മയ്യത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി എന്ന് ചില ഇടങ്ങളിൽ പണ്ട് മുതലേ കാണുന്നുണ്ടല്ലോ ഖബർസ്ഥാനുകളിലൊക്കെ. അന്നൊന്നും തസ്ബീത്ത് ആർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ തസ്ബീത്ത് ചൊല്ലുന്നവരെ പരിഹസിച്ചിരുന്ന ഒരു കാലം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. ഞാനതിന്റെ അനുഭവസ്ഥനാണ്. ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു തസ്ബീത്ത് എന്ന് പറയുന്ന കാര്യമാണ് വേണ്ടതെന്ന്. അത് ചൊല്ലിയതിന്റെ പേരിൽ കുറുക്കൻ ഓളിയിടുന്നത് പോലെ എന്തൊക്കെയോ വന്നു ഓളിയിടുന്നുണ്ട് എന്ന പരിഹാസം ഈ കാതുകൾ കൊണ്ട് വേദനയോടെ കേട്ടവനാണ് ഞാൻ. പക്ഷേ ഇന്നും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, എന്നെ പരിഹസിച്ച അതേ മക്ബറയിൽ ആ പള്ളിക്കാട്ടിൽ നിന്ന് ഈ തസ്ബീത്ത് പേരിനെങ്കിലും നടക്കുന്നുണ്ട്. ശേഷം അവർ തൽഖീന് ചൊല്ലുന്നുണ്ടെങ്കിലും ആളുകൾക്ക് കാര്യം മനസ്സിലായി. എന്നാലും ആ ഇല്ലാത്ത ദുരാചാരങ്ങളും നിലനിൽക്കുന്ന ഈ തൽഖീന് മയ്യത്തിനെ വിളിച്ചിട്ട് ചോദിക്കപ്പ മലക്ക് വരുന്ന ചോദ്യമൊക്കെ ചോദിക്കൂട്ടോ, അതിന് നീ ഇന്ന ഉത്തരമൊക്കെ പറഞ്ഞോ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ല. അതുകൊണ്ട് ഏത് വിഷയത്തിലും അങ്ങനെയാണ് സഹോദരങ്ങളെ. ഉള്ളത് മനസ്സിലാക്കുക, ഉള്ളത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ് പിന്തുടരപ്പെടാവുന്ന ഏറ്റവും ഉത്തമമായ ചര്യ. ശേഷമുള്ളതൊക്കെ പുതുനിർമ്മിതികളാണ്. പുതുനിർമ്മിതികളൊക്കെ ദുരാചാരങ്ങളാണ്, അതൊക്കെ വഴികേടുകളാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യഥാവിധി കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക. റഹ്മാനായ റബ്ബ് ഏത് വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടെയുള്ള റബ്ബ് ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു മരണം നമുക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിൽ അല്ലാഹു ശാന്തി നിറക്കുമാറാകട്ടെ. ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമാണ് ഞാനെന്ന് വെറുതെ പറയുന്ന അവസ്ഥ മാറിയിട്ട് പറയുന്ന വാക്കിനോട് കൂറുപുലർത്തിക്കൊണ്ട് ഈ മുസ്ലിമായി ജീവിക്കുന്നവരിൽ നമ്മയെല്ലാം അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മുനാഫിക്കുകളിൽ നിന്ന്, കപടന്മാരിൽ നിന്ന്,
പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാകുന്ന കാപട്യത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.